സർക്കാരുമായി സഹകരിച്ച് അങ്കമാലി KSRTC ബസ് സ്റ്റാൻഡിൽ ഒരു ഫാമിലി വെയിറ്റിംഗ് AC റൂം സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് പ്രയോജനപ്പെടുന്നത് ഫാമിലിക്കല്ല, സമൂഹ വിരുദ്ധർക്കാണെന്ന് മാത്രം. സ്ത്രീകൾക്ക് സുരക്ഷിതമായി ഒന്ന് ഇരിക്കാൻ പോലും പറ്റാത്ത തരത്തിലാണ് ഇവിടെ ഇപ്പോൾ ആഭാസന്മാരുടെ അഴിഞ്ഞാട്ടം. മണിക്കൂറിന് 20 രൂപ നിരക്കിലാണ് സാധാരണ യാത്രക്കാർക്ക് ഈ റൂം നൽകുന്നതെങ്കിൽ സ്ഥലത്തെ പ്രധാന ഗുണ്ടകൾക്കും ക്രിമിനലുകൾക്കുമൊക്കെ ഈ റൂം തികച്ചും ഫ്രീ ആയി ഉപയോഗിക്കാം. സ്ത്രീകൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് എങ്ങാനും കണ്ടാലോ ഇക്കൂട്ടർ അകത്ത് കയറി കമ്പനി ഓഫർ ചെയ്യും. ചില വിശാല മനസ്കരാകട്ടെ കൂടെ പോരാൻ വിളിക്കുകയും ചെയ്യും. വെയിറ്റിംഗ് റൂമിന്റെ വാതിൽക്കൽ തന്നെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ കസേരയിട്ട് ടിക്കറ്റ് മെഷീനുമായി ഇരിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ തമാശ. KSRTC സ്റ്റാൻഡിന്റെ പരിസരത്ത് സദ്യ മയങ്ങിയാൽ ഇത്തരം പ്രകടനങ്ങൾ മുൻപ് പതിവ് തന്നെയാണ്. ഇത് പേടിച്ചാണ് പല സ്ത്രീകളും പണം മുടക്കി AC വെയിറ്റിംഗ് റൂമിൽ തന്നെ ബസ് കാത്തിരിക്കാൻ തയ്യാറാകുന്നതും. എന്നാൽ ഇതിനുള്ളിൽ പട്ടാപ്പകൽ പോലും ക്രിമിനലുകളുടെ വിളയാട്ടമാണ്. ഒരു തരത്തിലുള്ള തിരിച്ചറിയൽ കാർഡുകളോ ഫോൺ നമ്പറോ വാങ്ങാതെയാണ് AC വെയിറ്റിംഗ് റൂമിലേക്ക് ആളുകളെ പ്രവേശിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമൂഹ വിരുദ്ധ ശല്യത്തെക്കുറിച്ച് പരാതി പറഞ്ഞാലോ ചുമതലയിലുള്ള സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ കൈ മലർത്തുകയായിരിക്കും ഫലം. ടിക്കറ്റ് ഇല്ലാത്തവരെ കടത്തിവിടുന്നത് ചോദ്യം ചെയ്താലും ഇത് തന്നെ അവസ്ഥ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇത്തരത്തിൽ ദുരനുഭവമുണ്ടായ ആൾ KSRTCയുടെ വാട്സപ്പ് നമ്പറിൽ ഒരു പരാതി അയച്ചിട്ടുണ്ടായിരുന്നു. പരിശോധിക്കാൻ കസ്റ്റമർ റിലേഷനെ അറിയിച്ചിട്ടുണ്ടെന്ന ഒഴുക്കൻ മറുപടിയല്ലാതെ 5 ദിവസമായിട്ടും എന്തെങ്കിലും നടപടി ഉണ്ടായതായിട്ട് അറിവുമില്ല. AC വെയിറ്റിംഗ് റൂം വരും മുമ്പും സമൂഹ വിരുദ്ധരുടെയും ഗുണ്ടകളുടെയും വിഹാര കേന്ദ്രമാണ് അങ്കമാലി ബസ് സ്റ്റാൻഡ്. ഇരുട്ട് വീണാൽ അടിപിടിയൊക്കെ സാധാരണ. അങ്കമാലി ഡയറീസ് എന്ന സിനിമയിൽ കണ്ട ഗുണ്ടകളുടെ കുടിപ്പകയിലൊന്നും അങ്കമാലിക്കാർക്ക് വലിയ അതിശയമൊന്നും തോന്നിയില്ല. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഉറക്കെ വിളിച്ചാൽ കേൾക്കുന്ന ദൂരത്താണ് അങ്കമാലി പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ്. എന്നാൽ ചടങ്ങിന് വല്ലപ്പോഴും ഒരു റോന്തു ചുറ്റൽ ഉണ്ടാകുമെന്നല്ലാതെ കാര്യമായ നിരീക്ഷണ സംവിധാനമൊന്നും ഇവിടെയുമില്ല. വർഷങ്ങൾക്ക് മുമ്പ് CCTV ക്യാമറകൾ സ്ഥാപിച്ചിരുന്നെങ്കിലും ഇപ്പോൾ പ്രവർത്തനക്ഷമമല്ലെന്നാണ് സ്റ്റാൻഡിനുള്ളിൽ പ്രവർത്തിക്കുന്ന കടയുടമകൾ പറയുന്നത്. ഗുണ്ടാ സംഘങ്ങളുടെ പേരിൽ പണ്ടേ കുപ്രസിദ്ധി ആർജിച്ച അങ്കമാലിയിൽ സമീപകാലത്തായി ഗുണ്ടാ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയും വെട്ടും കുത്തും കൊലപാതകവും വരെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്കും എത്തി. ഇതോടെ ബസ് സ്റ്റാൻഡിൽ ഉണ്ടായിരുന്ന പെട്രോളിംഗ് പോലും ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. സംസ്ഥാനത്തിന്റെ തെക്കുഭാഗത്ത് നിന്ന് വരുന്ന MC റോഡ് വടക്കോട്ടുള്ള നാഷണൽ ഹൈവേയിൽ ചേരുന്ന ജംഗ്ഷൻ എന്ന നിലയിൽ സംസ്ഥാനത്തെ റോഡ് ഗതാഗതത്തിന്റെ മുഖ്യ ഹബ്ബുകളിൽ ഒന്നാണ് അങ്കമാലി. വടക്കുഭാഗത്ത് നിന്ന് വരുന്ന യാത്രക്കാർ NHൽ നിന്ന് MC റോഡ് റൂട്ടുകളിലേക്ക് തിരിയുന്നതും ഇവിടെ നിന്നാണ്. എന്നാൽ രാത്രി 8:30യോടെ അങ്കമാലി സ്റ്റാൻഡിൽ നിന്നുള്ള സർവീസുകളെല്ലാം അവസാനിപ്പിക്കുന്ന അധികൃതർ സമൂഹ വിരുദ്ധർക്ക് വേണ്ടി സ്റ്റാൻഡ് വിട്ടുകൊടുക്കുകയാണെന്ന് പറയേണ്ടി വരും. ഓർഡിനറി സർവീസുകൾ മാത്രമാണ് അങ്കമാലി സ്റ്റാൻഡിൽ നിന്ന് ഇപ്പോഴുള്ളത്. ഈ ബസ്സുകളെല്ലാം സർവീസ് അവസാനിപ്പിച്ച് സ്റ്റാൻഡിൽ നിരത്തി പാർക്ക് ചെയ്യുന്നതോടെ ഹ്രസ്വദൂര യാത്രക്കാർ കഷ്ടത്തിലാകും. ഇപ്പോൾ ബസ്സുകളുടെ നീണ്ട നിര നൽകുന്ന മറവും അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഏരിയയും ക്രിമിനലുകളുടെ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ട്. ദീർഘദൂര ബസ്സുകൾ സ്റ്റാൻഡിൽ കയറി പോകുമെങ്കിലും ഇടയ്ക്കുള്ള സ്റ്റോപ്പുകളിൽ ഇറങ്ങാനുള്ളവർ സ്റ്റാൻഡിൽ മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥയാണ്. ഇവർക്ക് മതിയായ യാത്രാ സൗകര്യം ലഭിക്കുന്ന രീതിയിൽ ഷെഡ്യൂളുകൾ പുനഃക്രമീകരിക്കാൻ പോലും സാധിക്കാത്ത KSRTC അധികൃതർ യാത്രക്കാരുടെ സുരക്ഷ കൂടി ഉറപ്പാക്കുമെന്ന് എങ്ങനെ കരുതാനാവുമെന്നാണ് സ്ഥിരം യാത്രക്കാർ പോലും ചോദിക്കുന്നത്. രാത്രിയെന്നല്ല, നട്ടുച്ചയ്ക്ക് പോലും ധൈര്യമായി കയറി ചെല്ലാൻ കഴിയാത്തത്ര ഇടമായി മാറിയിരിക്കുന്നു അങ്കമാലി ബസ് സ്റ്റാൻഡ്. രാത്രി സമയങ്ങളിൽ MC റോഡിൽ നിന്ന് NHലേക്ക് പ്രവേശിച്ച് വടക്കോട്ട് പോകുന്ന ബസ്സുകളും NHൽ നിന്ന് MC റോഡിൽ കയറി തെക്കോട്ട് പോകുന്ന ബസ്സുകളും സർവീസ് നടത്തുന്നുണ്ട്. എന്നാൽ വടക്കു നിന്ന് വന്ന് NH വഴി ആലുവ എറണാകുളം റൂട്ടിൽ പോകുന്ന ബസ്സുകൾ തീരെ കുറവുമാണ്. ഈ റൂട്ടിൽ യാത്ര ചെയ്യാനുള്ളവർ അധികമുണ്ട് താനും. ചില രാത്രികളിൽ മണിക്കൂറോളം നീളുന്ന ഈ റൂട്ടിലെ യാത്രക്കാരുടെ കാത്തിരിപ്പ് കൂടിയാണ് KSRTC അധികൃതർ അരക്ഷിതാവസ്ഥയിലാക്കുന്നത്.